ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളുടെ പ്രവർത്തനം കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലും വ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനാവുമോ? പൈലറ്റ് അടിസ്ഥാനത്തിൽ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഒരു അന്തിമ ചട്ടക്കൂടും പ്രവർത്തന മാതൃകയും വിശദമാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വൈകാതെ തന്നെ പുറപ്പെടുവിക്കും. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന ഒരു ചാലകശക്തിയായും പ്രാദേശിക സാമ്പത്തിക വികസനത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനവുമായും ഇതിനെ വികസിപ്പിക്കണമെന്നതാണ് സർക്കാർ കാണുന്നത്. സമഗ്രമായിട്ടുള്ള വളർച്ച ഉണ്ടായതുകൊണ്ട് മാത്രം സുസ്ഥിരമായ വികസനം ഉണ്ടാവണമെന്നില്ല. വളർച്ചയും വികസനവും, ഗ്രോത്തും ഡെവലപ്മെൻറ്റും രണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ചയെ സുസ്ഥിര വികസനവും ഉൾക്കൊള്ളുന്ന വികസനവുമായി ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആക്കി മാറ്റണമെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അപ്പം അതിന് പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ, യാഥാർത്ഥ്യങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള നൂതനാശയങ്ങളുടെ നിർമ്മിതി ഉണ്ടാവണം. അപ്പോൾ ആ നൂതനാശയ നിർമ്മിതിക്ക് പ്രോത്സാഹനം നൽകുക എന്നതുകൂടിയാണ് ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് ഇന്നൊവേഷൻ സെൻ്ററുകളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തുടർന്ന് മറ്റ് ബ്ലോക്കുകളിലേക്കും ഒക്കെ വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ പിന്നീട് തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ്.